പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററലിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ഏരിയ പഠിച്ചു, സ്ക്വയർ ഏരിയ പഠിച്ചു, ജസ്റ്റ് പാരലോഗ്രാം BH, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L into B, ഏരിയ ഓഫ് സ്ക്വയർ A സ്ക്വയർ, ദെൻ ഏരിയ ഓഫ് പാരലോഗ്രാം ജസ്റ്റ് ഒരു കേസിൽ നമ്മൾ പഠിച്ചു വെച്ചു BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. അടുത്ത സൈഡ് ഹെഡിങ് എല്ലാവരും എഴുതുക റോംബസ്. എന്തായിരുന്നു റോംബസിൻ്റെ ഡെഫിനിഷൻ? നമ്മൾ പഠിച്ചതാണല്ലോ, RHOMBUS റോംബസ്. എന്തായിരുന്നു ഡെഫിനിഷൻ? എ റോംബസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ, ഫോർ സൈഡഡ് ക്വാഡ്രിലാറ്ററൽ ഓർ ഫോർ സൈഡഡ് ഫിഗർ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതൊക്കെ പഠിച്ചതാണ് അല്ലേ? അല്ലെങ്കിൽ റോംബസ് ഈസ് എ പാരലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓൾ സ്ക്വയേഴ്സ് ആർ റോംബസ് ബട്ട് ഓൾ റോംബസ് ആർ നോട്ട് എ സ്ക്വയർ. എല്ലാ സ്ക്വയർ എന്താണ്? റോംബസ് ആണ്. ബട്ട് ഓൾ റോംബസ് ആർ നോട്ട് എ സ്ക്വയർ. എല്ലാ റോംബസും എന്തല്ല? സ്ക്വയർ അല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ റോംബസിൻ്റെ കേസസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. റോംബസിൻ്റെ ഏരിയാസ്, സ്ക്വയറിൻ്റെ ഏരിയാസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ അടിയിൽ എഴുതി വെക്കാം നമുക്ക്. ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു, നമുക്കറിയാം ഏരിയ ഓഫ് ദി സ്ക്വയർ സാധാരണ കേസിൽ എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ? സൈഡ് ഇൻറ്റു സൈഡ്. ഇൻ കേസ് ഓഫ് ഡയഗണൽസ് ആർ ഗിവൺ, ഡയഗണൽസ് തരുന്ന കേസിൽ, ഇൻ കേസ് ഓഫ് ഡയഗണൽസ് ആർ ഗിവൺ, ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ. ബോത്ത് ഡയഗണൽസ് ആർ ഈക്വൽ ആയിരിക്കും. ഇൻ എ സ്ക്വയർ ഡയഗണൽസ് ആർ ഗിവൺ, ഏരിയാസ് ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ. ഓക്കെ, ഡയഗണൽസ് തരുന്ന കേസിൽ റോംബസ് ഏരിയ ഹാഫ് ഡി സ്ക്വയർ ഏരിയ ഹാഫ് ഡി സ്ക്വയർ. ബോത്ത് ഡയഗണൽസ് ആർ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഡി സ്ക്വയർ, DD എന്നാണ് വരിക, D into D, D square. Then in case of rhombus, both diagonals are given, both diagonals unequal ആയിരിക്കും. Both diagonals are given, area is equal to half D1 D2. D1 is the one diagonal and D2 is the another diagonal. Area of the rhombus equal to half D1 D2. ഈ രണ്ട് കേസും ബൈ ഹാർട്ടാക്കി വെക്കുക. ഇൻ കേസ് ഓഫ് ഡയഗണൽസ് ആർ ഗിവൺ, ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ. ഇൻ കേസ് ഓഫ് ബോത്ത് ഡയഗണൽസ് ആർ ഗിവൺ, ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ഹാഫ് D1 D2. ഏരിയ ഓഫ് സ്ക്വയർ ഹാഫ് ഡി സ്ക്വയർ, ഏരിയ ഓഫ് റോംബസ് ഹാഫ് D1 D2. അപ്പോൾ ഇവിടെ രണ്ടും സ്ക്വയർ കേസിൽ ഡയഗണൽസ് ആർ ഈക്വൽ, റോംബസ് കേസിൽ ഡയഗണൽസ് ആർ അൺഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് ഫോർമുല നമ്മൾ പുതിയതായിട്ട് പഠിച്ചു. ഇൻ കേസ് ഓഫ് ഡയഗണൽസ് ആർ ഗിവൺ, ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ ആൻഡ് ഏരിയ ഓഫ് ദി റോംബസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഓർത്ത് വെച്ചിരിക്കണം, മറന്ന് പോവരുത്. ഒരു പ്രോബ്ലം മീൻസ് ഒരു കൺസ്ട്രക്ഷൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽസ് 8 സെൻറ്റിമീറ്റർ. എത്രയോ പഠിച്ചതാ? ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ അല്ലേ? ഡയഗണൽ 8 സെൻറ്റിമീറ്ററിൽ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ്ലി ഡ്രോ 8 സെൻറ്റിമീറ്റർ. ദെൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മോർ ദാൻ ഹാഫ്, ഡ്രോ എൻ ആർക്ക്, അപ്പർ ആർക്ക്, ഡ്രോ എ ലോവർ ആർക്ക്, കട്ടാർക്ക് ജോയിൻ ബൈസെക്ടറായി. 4 ആണ് ബൈസെക്ടർ വരുന്നത്. ദെൻ ടേക്ക് റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആൻഡ് മാർക്ക് ആർക്ക് അല്ലേ? പെർപെൻഡിക്കുലർ ലൈൻ്റെ മുകളിൽ 4 സെൻറ്റിമീറ്ററിൽ ആർക്ക് എന്ത് ചെയ്തു? മാർക്ക് ഇട്ടു. ദെൻ 4 ജോയിൻ, we get a square.
join we get a square. ഇത് നമ്മൾ കൺസ്ട്രക്ഷനിൽ എത്രയോ ചെയ്തതാണ്. Draw a diagonal 8 cm. Then firstly draw a line 8 cm and construct perpendicular bisector and mark 4 cm on upper part and lower part on the perpendicular line. Then join we get a beautiful square. Then diagonal 8 ആണ്. Area of square എന്താ വരിക? Half into d square. Half into 8 into 8. Half into 64. That is 32 centimeter square. Area of this square. Half into d square. Diagonals are given. Half into 8 into 8. Then half into 64. Then cut 2, cut 64. That is equal to 32 centimeter square. Area of this square equal to 32 centimeter square. അത് ഇതിൻ്റെ കൂടെ ഒന്ന് നമ്മൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഏരിയ ഓഫ് ദി സ്ക്വയർ ഡയഗണൽസ് ആർ ഗിവൺ ഹാഫ് ഡി സ്ക്വയർ. ഡയഗണൽസ് ആർ ഗിവൺ ഹാഫ് ഡി സ്ക്വയർ. ഏരിയ ഓഫ് ദി സ്ക്വയർ വിത്ത് diagonals are given half d square. പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ. Area of rhombus half d1 d2. d1 d2s are diagonals. Next, draw a square of area. Draw a square of area 4.5 centimeter square. Draw a square of area 4.5 centimeter square. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയർ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഐഡിയൽ ചെയ്യാം. ഹാഫ് ഡി സ്ക്വയർ ഈക്വൽ ടു 4.5 അല്ലേ? ഏരിയ ഓഫ് ദി സ്ക്വയർ ഹാഫ് ഡി സ്ക്വയർ. ദെൻ സൈഡ് അല്ല പറഞ്ഞത്, ഏരിയ ആണ് 4.5. അപ്പോൾ ഏരിയയ്ക്ക് നമുക്ക് എ സ്ക്വയറും യൂസ് ചെയ്യാം, ഹാഫ് ഡി സ്ക്വയർ യൂസ് ചെയ്യാം. ഡയഗണൽ കിട്ടിയാൽ വളരെ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഹാഫ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4.5. Then half d square equal to 4.5 to convert improper fraction. 4 into 2 8, 8 plus 1 9/2. Then 1/2 transpose right side 9/2 into 2/1 taking reciprocal and multiplying. Cut 2 d square equal to 9, d is equal to root 9, that is 3. Diagonal of this square equal to 3 എന്ന് കിട്ടി. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? എ സ്ക്വയർ ഈക്വൽ ടു 4.5, എ സ്ക്വയർ is equal to 9/2, എ is equal to root 9/2, 3/√2. ഈ ഒരു സൈഡ് നമുക്ക് സ്കെയിൽ മെഷർമെൻറ്റ് കിട്ടുമോ? 3/√2 ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്ത ക്വസ്റ്റ്യനെ തരത്തുള്ളൂ. അതിനാണ് ഞാൻ എന്ത് യൂസ് ചെയ്തത്? ഹാഫ് ഡി സ്ക്വയർ അപ്ലൈ ചെയ്തത്. ഹാഫ് ഡി സ്ക്വയർ ഏരിയ ആണ്. ഹാഫ് ഡി സ്ക്വയർ is equal to 4.5. Then half into d square equal to 9/2. Mixed fraction to convert improper fraction. Half transpose right side. Then d square equal to 9/2 into 2/1. Cut 2. Then d square equal to 9. d is equal to root 9 3. Okay. Then diagonal 3. Firstly draw a line 3 centimeter. 3 centimeter line വരച്ചു. Construct perpendicular bisector. Take more than halves. Upper arc, lower arc join ചെയ്തു. Bisector വരച്ചു. Okay. Then 3.5 ഹാഫ് എത്ര? 1.5 ആണ് അല്ലേ? 3 half 3.5 അല്ല, 3 half എത്ര? 1.5. Then take radius 1.5. Then mark 1.5, 1.5. Join we get a square. 1.5, 1.5, 1.5, 1.5. Then square with diagonal 3 centimeter. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 4.5 ആയിരിക്കും. അപ്പോൾ ഡയഗണൽ 3 ആകുമ്പോൾ ഏരിയ എത്രയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഹാഫ് ഡി സ്ക്വയർ ഹാഫ് ഇൻറ്റു ഡയഗണൽ 3 സ്ക്വയർ ഹാഫ് ഇൻറ്റു 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 9/2. കറക്റ്റാണ്.
അപ്പോൾ ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 4.5. Then diagonal equal to 3. Draw a line 3 centimeter, perpendicular bisector. Then mark 1.5, 1.5. Join, we get a beautiful square. Okay. അപ്പോൾ ഇവിടെ സ്ക്വയർ പല ടൈപ്പിൽ വരയ്ക്കാനുണ്ട്. ഡയഗണൽസ് തന്നിട്ട്, ഏരിയ തന്നിട്ട് ഡയഗണൽ കാൽക്കുലേറ്റ് ചെയ്തു. എന്തൊക്കെ മാജിക്കാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഓരോ ചാപ്റ്റർ അതിൻ്റെ മാജിക്കാണ്. ഈ മാജിക്ക് പഠിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ സ്ക്വയർ ഡയഗണൽ തന്ന് വരയ്ക്കാം, ഏരിയ തന്നിട്ടും സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഏരിയ തന്ന് സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതും പഠിച്ചു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, find the area of a rhombus. Find the area of a rhombus. Find the area of a rhombus whose diagonals are 8 cm and 6 cm. Whose diagonals are 8 cm and 6 cm. 8 cm and 6 cm. Then diagonal തന്നാൽ, diagonals are given, area of rhombus equal to half d1 d2, half into 8 into 6, cut 2 cut 6, cut 2 cut 6, cut 2 cut 6, 3 8s are 24 centimeter square. Area of the rhombus equal to 24 centimeter square. Area of the rhombus equal to 24 centimeter square. അപ്പോൾ അവിടെ ഫോർമുല പഠിച്ചല്ലോ. എന്താ ഏരിയ ഓഫ് റോംബസ്? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. നെക്സ്റ്റ്, ഡ്രോ എ നോൺ സ്ക്വയർ റോംബസ്, സ്ക്വയർ ആവാത്ത നോൺ സ്ക്വയർ റോംബസ് ഓഫ് ഏരിയ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ പാടില്ല, നോൺ സ്ക്വയർ റോംബസ് ആയിരിക്കണം. ഓൾ സ്ക്വയേഴ്സ് ഇസ് എ റോംബസ്, ബട്ട് ഓൾ റോംബസ് ഇസ് നോട്ട് എ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം നോൺ സ്ക്വയർ റോംബസ് ആണ്. അപ്പോൾ ഏരിയ ഹാഫ് d1 d2 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഹാഫ് d1 d2 ഈക്വൽ ടു 9. സ്ക്വയർ ആണെങ്കിൽ ഹാഫ് d സ്ക്വയർ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ? ഹാഫ് d1 d2 പറ്റത്തുള്ളൂ. കാരണം നോൺ സ്ക്വയർ റോംബസ് ആണ്. എന്താ ഫോം ചെയ്യേണ്ടത്? നോൺ സ്ക്വയർ റോംബസ് ആണ് ഫോം ചെയ്യേണ്ടത്. ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഈക്വൽ ടു 9. d1 ഇൻറ്റു d2 ഈക്വൽ ടു 9 ഇൻറ്റു 2. ഹാഫ് കൺവേർട്ട് ചെയ്താൽ 9 ഇൻറ്റു 2. d1 ഇൻറ്റു d2 ഈക്വൽ ടു 18 ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ് 18. വാട്ട് ആർ ദി ടു നമ്പേഴ്സ്? 6 ഇൻറ്റു 3 18, 1 ഇൻറ്റു 18 18, 9 ഇൻറ്റു 2 18. ദെൻ വളരെ സ്യൂട്ടബിളായിട്ട് വളരെ ഈസിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം 6 ഇൻറ്റു 3 ആണ്. കാരണം 1 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. 2 സെൻറ്റിമീറ്റർ ഒന്നും എടുക്കുമ്പോൾ ഒരു കേസും ഉണ്ടാവില്ല, കോമ്പസിൽ തന്നെ കിട്ടത്തില്ല. അപ്പോൾ 6 and 3 സെലക്ട് ചെയ്തു. ഡ്രോ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 ഡയഗണൽ 6, അനദർ ഡയഗണൽ 3. ഡ്രോ എ ലൈൻ 6 സെൻറ്റിമീറ്റർ. ദെൻ കൺസ്ട്രക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മോർ ദാൻ ഹാഫ് എടുത്തു. അപ്പർ ആർക്ക് ലോവർ ആർക്ക്, അപ്പർ ആർക്ക് ലോവർ ആർക്ക്. ഇവിടെ നിന്ന് വെച്ചിട്ട് കട്ടാർക്ക് കട്ടാർക്ക്. ദെൻ വി ഗെറ്റ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. Draw a line segment 6 cm and bisect perpendicular bisector. Then ഇത് 3യും 3 ആണ്. Then second diagonal ആരാ? 3 ആണ് അല്ലേ? Then half of the diagonals ആയിരിക്കുമല്ലേ വരിക? half of the diagonal 3ൻ്റെ half എത്രയാ? 1.5 1.5. മാർക്ക് റേഡിയസ്, ടേക്ക് റേഡിയസ് 1.5, മാർക്ക് 1.5 1.5 on the perpendicular line. Then cut, join, 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 join. That is 1.5 1.5. We get a beautiful non-square rhombus. Square അല്ലാത്ത റോംബസ് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നോൺ സ്ക്വയർ റോംബസും പറയും, ചിലപ്പോൾ സ്ക്വയർ ആയിട്ടും വരയ്ക്കാൻ പറയും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡ്രോ എ റോംബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇവിടെ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഏരിയ 9. d1 ഇൻറ്റു d2 ഈക്വൽ ടു 9 ഇൻറ്റു 2 18.
then d1 into d2 is equal to 18. Then select product of two numbers, we get 18. 6 into 3, 18. 1 into 18, 18. 9 into 2, 18. Then suitable selection ആരാ 6 into 3 ആണ്. കാരണം 1 സെൻറ്റിമീറ്ററിലൊക്കെ വരയ്ക്കുമ്പോഴേക്ക് അതിൻ്റെ ഹാഫും കൂടി എടുക്കുമ്പോൾ ആ റോംബസ് തന്നെ ഉണ്ടാവത്തില്ല, കാണുന്നില്ല. അതുകൊണ്ട് ടേക്ക് 6 and 3 സെലക്ഷൻ എടുത്തു. ഡ്രോ എ ലൈൻ 6 സെൻറ്റിമീറ്റർ, കൺസ്ട്രക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ദെൻ മാർക്ക് 1.5 ഓൺ ബോത്ത് സൈഡ്സ്. അല്ലേ, മാർക്ക് ചെയ്യുന്ന 1.5 എന്തുകൊണ്ടാണ്? 6 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡ് ഡയഗണൽ 3 ആണ്. 3യുടെ ഹാഫാണ്, ബൈസെക്റ്റ് ചെയ്യും അല്ലേ. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് റോംബസിൽ. അപ്പോൾ ഇവിടെ 1.5 മാർക്ക് ചെയ്തു, 1.5 മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്തു. വളരെ മനോഹരമായ ഒരു ആര ഫോം ചെയ്തു, റോംബസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസാണ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് ക്വാഡ്രിലേറ്റർ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ, ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ഹാഫ് d1 d2, ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ഹാഫ് d1 d2, area of square equal to half d square. Next question. The area of a rhombus is 216 centimeter square. Area of a rhombus is 216 centimeter square. And the length of one of its diagonal 24 centimeter. Length of one of its diagonal 24 centimeter. Compute the following measurements of this rhombus. Compute the following measurements of this rhombus. Question 1, sub-question 1. Length of the second diagonal. Another diagonal കണ്ടുപിടിക്കണം. Length of the second diagonal. Sub-question 2. Length of a side. ആ റോംബസിൻ്റെ സൈഡ് കാണണം. തേർഡ്, പെരിമീറ്റർ. സൈഡ് കിട്ടിയാൽ പെരിമീറ്റർ കാണാൻ ഈസിയാണ്. 4 into സൈഡ് പെരിമീറ്റർ. ഫോർത്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൈഡ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുക. ഏരിയ ഓഫ് റോംബസ് 216. ഹാഫ് ഇൻറ്റു d1 into d2 is equal to 216. One sides are given, half into d1 into d2 24, that is equal to 216. 224 cut ചെയ്തു മക്കളെ 12. d1 equal to 216 divided by 12. ഡിവൈഡ് ചെയ്താൽ എത്രയാണ് മക്കളെ വരിക? 1 8 18 ആണ് വരുന്നത്. 18. ഞാൻ റോംബസ് ഒന്ന് ഇവിടെ വരച്ചേക്കാം. റഫായിട്ട് വരച്ചാൽ മതി, അല്ലാണ്ട് 18 ഒന്നും എടുത്തിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. റഫായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡയഗണൽ 18, another diagonal 24. 24 diagonal given and 18 ഫൈൻഡ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. ദെൻ 24 ഡയഗണൽ വരുമ്പോൾ അതിൻ്റെ ബൈസെക്റ്റ് ചെയ്താൽ എത്ര വരിക? 12 12. 18നെ ബൈസെക്റ്റ് ചെയ്താലോ 9 9. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? Find the length of a side of the diagonal. Then, find the length of a side of the rhombus. In a rhombus, diagonals are perpendicular bisector. Diagonals are perpendicular bisector. Then 24 bisect ചെയ്തു 12 12. 18 bisect ചെയ്തു 9 9. ഞാനിതൊരു നെയിം ചെയ്തു ABCDO. Consider triangle AOB. Shaded triangle നോക്കി എല്ലാവരും. AOB. It is a right angled triangle ആണ്. കാരണം എന്താ? Diagonals are perpendicular bisector. Diagonals are perpendicular bisector. Then base 9 centimeter and altitude 12 centimeter. Base 9 and altitude 12. Then AB is the hypotenuse, that is side of the rhombus. Using Pythagoras theorem, AB is equal to root of base square plus altitude square. 9 square plus 12 square. 12 square plus 9 square ഏത് എഴുതിയാലും മതി. 12 square എത്രയാണ് മക്കളെ? 144. 9 square എത്ര? 81. Root 225, that is equal to 15. Side of the rhombus equal to
15 centimeter using Pythagoras theorem. The Pythagoras theorem, square of the larger side equal to sum of the square of other two sides. Square of the larger side equal to sum of the square of other two sides. ഇവിടെ നോക്കുക എ ബി സൈഡ്, then 9 square plus 12 square, root of 9 square plus 12 square, 144 plus 81, root 225, that is equal to 15 കിട്ടി. That is equal to 15. Ready? 15. Next second side B കിട്ടിയ side of the rhombus B കിട്ടി. Third question എന്താണ്? Perimeter ആണ് അല്ലേ? Perimeter of the rhombus എന്താണ്? 4 into side. All sides 15 ആണ്. 4 into side. 4 into 15, that is equal to 60 centimeter. Perimeter of the rhombus equal to 60 centimeter. Perimeter of the rhombus equal to 60 centimeter എന്ന് കിട്ടി. Then the fourth question എന്താ? Distance between the sides. What is the distance between the sides എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഓൾ റോംബസ് ഇസ് എ പാരലലോഗ്രാം ആണ്. ഓൾ റോംബസ് പാരലലോഗ്രാം, ബട്ട് ഓൾ പാരലോഗ്രാം ഈസ് നോട്ട് എ റോംബസ് ആണ്. ഓൾ പാരലോഗ്രാം ഈസ് നോട്ട് എ റോംബസ്, ബട്ട് ഓൾ റോംബസ് ഈസ് എ പാരലലോഗ്രാം. Then area of parallelogram നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, base into height, that is equal to 216. Height is the perpendicular distance between two sides. Opposite side ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡിലെ ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. ദെൻ ബേസ് സൈഡാണ് 15, എല്ലാ സൈഡും 15 ആണ് വരിക. 15 ഇൻറ്റു എച്ച് is equal to 216. H is equal to 216 by 15, that is equal to 21 115s 60 divide ചെയ്യുക. 216 divided by 15 ചെയ്താൽ 115s 15, then 6 6 4 60 0 14 പോയിൻ്റ് അപ്രോക്സിമേറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. approximate 14.4 centimeter. Distance between the two parallel side 14.4 centimeter. അവിടെ നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്തു? പാരലലോഗ്രാം. എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു? then all rhombus is a parallelogram, but all parallelogram is not a rhombus. then area of parallelogram equal to base into height, BH. Area of parallelogram equal to BH. Then BH equal to 216. Area of rhombus തന്നെയാണ് 216. Then base side ആണ് base 15 into H is equal to 216. H is equal to 216 divided by 15, that is equal to 14.4 centimeter. അപ്പോൾ ചങ്ങലയായിട്ട് ആൻസർ കിട്ടിയല്ലോ. ഫസ്റ്റ് ഏരിയ ഓഫ് റോംബസ് ഹാഫ് D1 D2 അപ്ലൈ ചെയ്തു. സെക്കൻഡ് ഡയഗണൽ 18. ദെൻ തേർഡ് സെക്കൻഡ് പ്രോബ്ലം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു 15. തേർഡ് പെരിമീറ്റർ 4 ഇൻറ്റു സൈഡ്. ദെൻ ബേസ് ഇൻറ്റു ഹൈറ്റ് ഏരിയ. ദെൻ ഹൈറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ സൈഡ്സ് ആണ് ഹൈറ്റ്. ദെൻ എച്ച് ഇസ് ഈക്വൽ ടു 216 ഡിവൈഡഡ് ബൈ 15, ദാറ്റ് ഇസ് ഈക്വൽ ടു 14.4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിന് ഏതിലേക്ക് ലിങ്ക് ചെയ്തു പോയി? ഏരിയ ഓഫ് പാരലോഗ്രത്തിലേക്ക് ലിങ്ക് ചെയ്തു. എന്തുകൊണ്ടാണ് ലിങ്ക് ചെയ്തത്? ഓൾ റോംബസ് ഇസ് എ പാരലലോഗ്രാം, ബട്ട് ഓൾ പാരലലോഗ്രാം ഈസ് നോട്ട് എ റോംബസ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ചങ്ങലയായിട്ട് പഠിക്കുന്നത്, ടോപ്പിക് ബേസിൽ പഠിക്കുന്നത്. അല്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാം കണക്ഷൻ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, എ 68 centimeter long rope, a 68 centimeter long rope is used to make a rhombus on the ground. The distance between a pair of opposite corner is 16 centimeter. 16 meter, centimeter അല്ല കേട്ടോ. The distance between a pair of opposite corner is 16 meter. Question 1. What is the distance between the other two corners? Second, what is the area of the playground bounded by the rope?
What is the area of the playground bounded by the rope? Area of the playground bounded by the rope. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? A 60 centimeter long rope to make a rhombus. അപ്പോൾ 60 centimeter ലെങ്ത് ഉള്ള ഒരു റോപ്പ് റോംബസ് ആക്കിയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തു. അപ്പോൾ ലെങ്ത് ഓഫ് ദി റോപ്പ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദി റോംബസ് ആണ്. ഈ ലെങ്ത്താണ് ഞാൻ എന്താക്കി മാറ്റിയത്? റോംബസ് ആക്കിയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി റോപ്പ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദി റോംബസ്. കറക്റ്റ് അല്ലേ? ലെങ്ത് ഓഫ് ദി റോപ്പ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദി റോംബസ് 68 മീറ്റർ ആണ്. ദെൻ പെരിമീറ്റർ ഓഫ് ദി റോംബസ് ഈക്വൽ ടു 68 എന്ന് എഴുതാം. 4 ഇൻറ്റു സൈഡ് ഈക്വൽ ടു 68. Side equal to 68 divided by 4, that is equal to 17. Side equal to 17. ഇനി എന്താ അതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ what is the distance between pair of opposite corner 16 ആണ്. അപ്പോൾ ഒരു ഡയഗണൽ 16 എന്ന് പറയുന്നുണ്ട് അല്ലേ? ദെൻ അനദർ ഡയഗണൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. സൈഡ് 17 ആണ്. 16 ഡിവൈഡഡ് 2 പാർട്ട് 8. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ദെൻ 68 സെൻറ്റിമീറ്റർ ലോങ് റോപ്പ് used to make a rhombus. Length of the rope equal to perimeter of the rhombus. Length of the rope becomes perimeter of the rhombus. Perimeter of the rhombus 4 into side. 4 into side equal to 68. Then side equal to 68 by 4. That is 17 meter. Then one corner to corner distance 16. That is one diagonal divided by 2, 8. Then OB is equal to OB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് അനദർ ഡയഗണൽ കാണണമെങ്കിൽ OB കാണാം. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ AOB ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ AOB OB is equal to ബേസ്, ഇതാണ് OB കണ്ടല്ലേ, ഞാൻ മാർക്ക് ചെയ്ത OB ആണ് കാണേണ്ടത്. ഹൈപ്പോട്ടന്യസ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. റൂട്ട് ഓഫ് 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. ഹൈപ്പോട്ടന്യസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പ്ലസ് ഉള്ളൂ. സം ഓഫ് ദി സ്ക്വയർ ഓഫ് ലാർജർ സൈഡ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയർ ഓഫ് അതർ 2 സൈഡ്സ് എന്നാണ്. 17 സ്ക്വയർ മൈനസ് ആണ് ബേസ് കാണാൻ. 17 സ്ക്വയർ എത്ര മക്കളെ? നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചതാണ്. 289 മൈനസ് 64, ദാറ്റ് ഈസ് 225, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. OB is equal to 15. Then part of the diagonal 15. Then diagonal BD B to D is equal to 2 into 15, 30 meter. Diagonal BD is equal to 30 meter. Diagonal BD is equal to 30 meter. ഇനി എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡയഗണൽസ് കിട്ടിക്കഴിഞ്ഞു. ഫൈൻഡ് ദി ഏരിയ എന്നല്ല ചോദിച്ചത്, അതർ കോർണേഴ്സ് കിട്ടി. വാട്ട് ആർ ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട്? ഏരിയ is equal to half into D1 into D2, half into 16 into 30, cut 16, cut 2, 8, 240 meter square area. Area is equal to 240 meter square. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ലെങ്ത് ഓഫ് റോപ്പ് 68 മീറ്റർ used to make a rhombus. Length of the rope equal to perimeter of the rhombus. 4 into side 68. Side is equal to 17. Then first diagonal 16 are given. Corner to corner distance diagonal ആണ്. Then divided by 2, 8. Using Pythagoras theorem. Next half diagonal calculate ചെയ്തു. 15. Then double of the 15, 30 centimeter അല്ല meter. Second diagonal equal to 30 meter. Then area half into D1 into D2, 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 half into 30 into 16, cut ചെയ്തു 16 to 8, 8 20 30s are 240 meter square.
240 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. കറക്റ്റാണല്ലോ, കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ അപ്ലൈ ചെയ്തു? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു, ഹാഫ് പെരിമീറ്റർ അപ്ലൈ ചെയ്തു, ഏരിയ ഫോർമുലാസ് അപ്ലൈ ചെയ്തു, പൈതഗോറസ് തിയറം റൈറ്റ് ട്രയാങ്കിളാണ്, ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് റൈറ്റ് ട്രയാങ്കിൾ ആയത്. അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരുപാട് കേസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈഡ്സ്, ഒരു പർട്ടിക്കുലർ കേസസ് കിട്ടുന്നത് കേട്ടോ. അതാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, what is the area of the largest rhombus? What is the area of the largest rhombus that can be drawn inside a rectangle? That can be drawn inside a rectangle of side 6 cm and 4 cm. Of side 6 cm and 4 cm. 6 cm and 4 cm. അല്ലേ? ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്? ലാർജസ്റ്റ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ലാർജസ്റ്റ് റോംബസ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻസൈഡ് എ റെക്റ്റാങ്കിൾ 6 cm and 4 cm. 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററിലെ ഇൻസൈഡിലുള്ള റോംബസ്, ലാർജസ്റ്റ് റോംബസ്. ഇവിടെ നോക്കൂ, 6ൻ്റെ വെറുതെ റഫായിട്ടാണ്, കൺസ്ട്രക്ഷനും ചെയ്യേണ്ട. 6ൻ്റെയും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് 3 മാർക്ക് ചെയ്തു, 4ഉം 4ൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തു. ഇവിടെ ജോയിൻ ചെയ്ത് കിട്ടിയാൽ റോംബസായി, റോംബസായിട്ട് മാറും, ഷുവർ അല്ലേ? കാരണം എന്താ, ബൈസെക്ടറാണ്. ഇതിൻ്റെ ബൈസെക്ടറും ഇതിൻ്റെ ബൈസെക്ടർ എടുത്താൽ മതി ശരിക്ക്. ആ ഇൻസൈഡ് കിട്ടുന്ന റോംബസ് നോക്കൂ, കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യേണ്ട കേട്ടോ, റഫ് ഫിഗറാണ്. ഈ ഇൻസൈഡ് റോംബസ് നോക്കൂ, ഡയഗണൽ എത്രയാ? 6 തന്നെ, സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ. ദിസ് ഡയഗണൽ എന്താ? സൈഡ് ഓഫ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. ദെൻ ലാർജസ്റ്റ് റോംബസ് ഏരിയ ഹാഫ് ഇൻറ്റു 6 × 4. ദെൻ കട്ട് ചെയ്തു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ലാർജസ്റ്റ് ഏരിയ ഓഫ് ദി ഇൻസൈഡ് റോംബസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇൻസൈഡ് റോംബസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. റെക്റ്റാങ്കിളിനെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് വെറുതെ ചെയ്ത് നോക്കേണ്ടു. കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക 6ലും 4ലും. ദെൻ 6നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചെയ്തു, ലൈൻ വരച്ചു. ദെൻ 4നെ ബൈസെക്ട് ചെയ്തു, ലൈൻ ജോയിൻ ചെയ്തു. ദെൻ ജോയിൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് ഫിഗർ പാരലോഗ്രം അല്ല, പാരലോഗ്രം തന്നെ, ദാറ്റ് ഇസ് റോംബസ് ആയിരിക്കും. അതിൻ്റെ ഏരിയ എന്താ വന്നിരിക്കുന്നത്? ഹാഫ് ഇൻറ്റു 6 × 4. കാരണം 1 diagonal of the rhombus, inside rhombus equal to length. Then another diagonal of the inside rhombus equal to breadth. Half into 6 × 4, 12 centimeter square. അപ്പോൾ അതിൽ വേറെ സൊല്യൂഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ കാൽക്കുലേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല അതിൽ. ഓക്കെ, ആ റഫായിട്ട് ആ ഫിഗർ വരച്ച് വെക്കണേ, എന്നാലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആവുള്ളൂ. 6ഉം 4ഉം എവിടെ അപ്ലൈ ചെയ്തു എന്നുള്ളത് ഒന്ന് അറിയണമെങ്കിൽ റഫായിട്ട് ഒന്ന് വരച്ച് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. റോംബസിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു D1 × D2. ഏരിയ ഓഫ് ദി സ്ക്വയർ വിത്ത് ഡയഗണൽസ് ആർ ഗിവൺ ഹാഫ് D². ഓക്കെ, അപ്പോൾ 2 കേസേ ചെയ്തിട്ടുള്ളൂ. ഏരിയ ഓഫ് സ്ക്വയർ ഹാഫ് D², ഏരിയ ഓഫ് റോംബസ് ഹാഫ് D1 × D2. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ചെയ്ത് പഠിക്കുക. വെരി ഗുഡ്. നന്ദി, നമസ്കാരം.